ഹായ് ഫ്രണ്ട്സ്, ഹോം ഫ്ലേവേഴ്സ് കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാൽപ്പിടിയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: അരിപ്പൊടി 1 കപ്പ്, ഒരു 250 ഗ്രാം അരിപ്പൊടിയുണ്ട്. ഇത് ഉണ്ടാക്കുന്നതിന് പുട്ടുപൊടി എടുക്കരുത്, അതിന് തരി കൂടുതലാണ്, അതുകൊണ്ട് ആ പുട്ടുപൊടി നമുക്ക് ആവശ്യമില്ല. പിന്നെ പാൽ 1 കപ്പ്, തേങ്ങാപ്പാൽ 1 കപ്പ്, പഞ്ചസാര ആവശ്യത്തിന്, ഏലക്ക 4 എണ്ണം. ഇത്രയുമാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ. നമുക്കിനി ഇതൊന്ന് തയ്യാറാക്കി നോക്കാം. നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. അതിന് അരിപ്പൊടി ആദ്യമായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിക്കുകയാണ്. 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൊടുക്കും. ഇത് നന്നായി ഒന്ന് തിളക്കട്ടെ. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഈ അരിപ്പൊടി അതിനേക്കിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് നാറിയിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് നന്നായി തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇനി ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. അതിനാദ്യമായിട്ട് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. മാവെല്ലാം നന്നായിട്ട് ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി പാല് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ബോളുകളെല്ലാം പാലിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായി പാലിനകത്ത് കിടന്ന് നന്നായി വെന്ത് വരും. ബോൾസ് എല്ലാം ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ബോൾസ് നന്നായിട്ട് മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇപ്പോൾ ഇട്ട് കൊടുത്തത്. നമുക്കിനി ഇത് അടച്ച് വെക്കാം. വെന്ത് വരട്ടെ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി, നേരത്തെ എടുത്ത് വെച്ച ഏലക്കാപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ തനിപ്പാലാണ് ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഇത് തിളയ്ക്കണ്ട, ചൂടായാൽ മതി. ഇത് തയ്യാറായിട്ടുണ്ട്.
ഇനി നമുക്കിത് മാറ്റി വെച്ച് ആറിക്കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പം നന്നായി കുറുകി വന്നിട്ടുണ്ട്. മധുരമൊക്കെ നല്ല പരുവത്തിനുണ്ട്. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടമനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ പാൽപ്പിടി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റമാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.